ഈ മുന്നോട്ടുള്ള ഈ ഒരു പ്ലാൻ എന്തായിരുന്നു? ഏത് തരത്തിലുള്ള ഒരു പ്ലാനിലാണ് ഇയാൾ ഇത്തരത്തിലൊരു വലിയ ആസൂത്രണം ചെയ്തതാണ്? നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് 1.5 മാസമാണ് ഇയാൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത്. തൻ്റെ ശരീരഭാരം കുറയ്ക്കുന്നു, അവിടെ നിന്നും ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിക്കുന്നു, ഈ ജയിൽ കമ്പി അറുത്തു മാറ്റി അത് ഉപ്പ് ഉപയോഗിച്ച് ഈ കമ്പി തുരുമ്പിപ്പിച്ച് പിന്നീട് അത് ഒരു ആക്സോബ്ലേഡ് വെച്ച് അറുത്തു മാറ്റുന്നു. ഇത്ര വലിയൊരു ആസൂത്രണം നടത്തിയ ഒരാൾ ജയിൽ ചാടിയതിനു ശേഷം ഇങ്ങനെ ഈ തളാപ്പ് ഇതിൻ്റെ പരിസരത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ എന്തായിരുന്നു ഇപ്പോൾ ഇയാളുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ഇയാൾ ഗുരുവായൂർ പോയി അവിടെ മോഷണം നടത്തി ആ തുക ഉപയോഗിച്ച് ഈ സംസ്ഥാനം വിടാനാണ് തയ്യാറായിരുന്നത്. അതായിരുന്നു അയാളുടെ പ്ലാൻ എന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രാഥമികമായി ലഭിക്കുന്ന മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിന് മുന്നോട്ടുള്ള ഈ ഒരു കുറ്റാന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇയാളുടെ കൃത്യമായ പ്ലാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? സിന്ധൂരി, നമുക്ക് കൃത്യമായി അതായത് എന്തായിരുന്നു ഇയാളുടെ പദ്ധതി എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. പ്രാഥമികമായ ചില വിവരങ്ങൾ, പലതരത്തിലുള്ള വിവരങ്ങളും എത്രത്തോളം ആധികാരികതയുണ്ട് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. ഏതായാലും വലിയൊരു നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും. ഗോവിന്ദചാമി ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. ഇനി കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ അതിൻ്റെ ഈ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സിന്ധൂരി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെ ഗോവിന്ദചാമിയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി പോവുകയാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രാഥമികപരമായിട്ടുള്ള കുറ്റാന്വേഷണത്തിന് ശേഷം മൊഴിയെടുത്തതിന് ശേഷം ഗോവിന്ദചാമിയെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ ഒരു മൊഴിയെടുപ്പ് ആരംഭിച്ചത്, അല്ലേ കുട്ടൻ? നമ്മൾ പ്രാഥമിക ചെറിയ ഇപ്പോൾ പ്രാഥമികമായ മൊഴിയെടുപ്പിനും ചോദിച്ച ആ ഒരു തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ഗോവിന്ദചാമിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന വിഷ്വൽസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായി നടത്തിയ ചോദ്യാന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു മൊഴി പുറത്തു വരികയും ഈ രീതിയിലാണ് ഈ ഒരു വലിയ വീപ്പ് ഉപയോഗിച്ചാണ് മതിൽ ചാടിക്കടക്കുവാൻ താൻ ശ്രമിച്ചതെന്നും ഇത്തരത്തിൽ ഏത് രീതിയിലായിരുന്നു ഈ ആസൂത്രണം നടന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഗോവിന്ദചാമി പറഞ്ഞത് ആദ്യമായി പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലാണ്. ഇതിനുശേഷം മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് ഹാജരാക്കിയതിനു ശേഷം സ്വാഭാവികമായും കസ്റ്റഡി അപേക്ഷയായിരിക്കും പോലീസ് സമർപ്പിക്കുക. അങ്ങനെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം തുടർന്ന് നടത്തുന്ന ചോദ്യം ചെയ്യലാണ് ഇതിന്റെ സമഗ്രമായ വിവരങ്ങൾ നമുക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏറ്റവും പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന വിവരം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുവാൻ വേണ്ടിയിട്ട് ഗോവിന്ദചാമിയെ പോലീസ് ഉദ്യോഗസ്ഥർ ജീപ്പിൽ കയറ്റി മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു 1.5 മാസം നീണ്ടു നിന്ന വലിയൊരു ആസൂത്രണത്തിലൂടെയാണ് ഇയാൾ ജയിലിൽ ചാടിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൽ തന്നെ വലിയ കൃത്യമായ ഒരു ആസൂത്രണം അയാൾക്കുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അതായത് ഇത്തരത്തിൽ താൻ ജയിൽ ചാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അതിനനുസരിച്ചുള്ള ഒരു ആസൂത്രണമാണ് കൃത്യമായി അയാൾ നടത്തിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി സെല്ലിൻ്റെ കമ്പികൾ നേരത്തെ മുറിച്ചു തുടങ്ങിയ വിവരങ്ങളും അയാൾ പോലീസിനോട് വെളിപ്പെടുത്തുകയുണ്ടായി. പി കുട്ടൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. കുട്ടൻ, ഇപ്പോൾ ഗോവിന്ദചാമിയെ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരു സമയമാണ്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ അവിടെ നിന്നും നൽകുവാൻ സാധിക്കുന്നത്? അതെ, വേഗം പി വി കുട്ടനിലേക്ക് നമുക്ക് വളരെ വേഗം തന്നെ തിരികെ എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോവിന്ദചാമി നടത്തിയ ആസൂത്രണമാണ് ഇപ്പോൾ ഈ ജയിൽ ചാട്ടത്തിനായി ഗോവിന്ദചാമി നടത്തിയ ആസൂത്രണമാണ് ഇപ്പോൾ നമ്മളെ ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായ രീതിയിൽ അയാൾ ആസൂത്രണം ചെയ്തു. ജയിൽ കമ്പികൾ മുറിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് ജയിലിൻ്റെ അടുക്കളയിൽ നിന്ന് തന്നെ ഒരു ആയുധം കരസ്ഥമാക്കി ആ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഇയാൾ ജയിൽ കമ്പികൾ നേരത്തെ മുറിച്ചു തുടങ്ങിയത്. അതുമാത്രമല്ല ഈ ജയിൽ കമ്പികൾ മുറിക്കുന്നത് അധികൃതർ അറിയാതിരിക്കുവാൻ അവിടെ നൂൽ കെട്ടിവെക്കുവാൻ അയാൾ ശ്രമിച്ചു. പ്ലാസ്റ്റിക് വീപ്പ് ഉപയോഗിച്ച് മുകളിൽ കയറി തുണി കെട്ടിയിട്ട് ആ തുണി ഉപയോഗിച്ചാണ് ഇയാൾ ഈ
മതിൽ ചാടിയത് എന്നുള്ള വിവരവും ആദ്യത്തെ ചോദ്യം ചെയ്യൽ ഇയാൾ മൊഴിയായി രേഖപ്പെടുത്തി പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ട്. ഇയാളുടെ ഒരു പ്ലാനായിട്ട് ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് ജയിൽ ചാടിയതിനു ശേഷം ഗുരുവായൂരിൽ മോഷണം നടത്തിയ ശേഷം കേരളം വിടാനുള്ളൊരു പദ്ധതിയായിരുന്നു ഗോവിന്ദചാമി ചെയ്തിരുന്നത്. എന്നാൽ ഇതിനു വേണ്ടിയിട്ട് അയാൾ ജയിൽ ചാടി, പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള പ്ലാനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതിലുണ്ടായ ഒരു പാളിച്ചയാണ് ഇയാളെ ഇത്രയും വേഗം തന്നെ പിടികൂടാൻ സാധിച്ചത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഈ ജയിൽ ചാടി അധികം ദൂരം പോകാതെ തളാപ്പിലെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ അയാൾ ഒളിവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ സംസ്ഥാനം വിട്ടുപോകും എന്നൊരു പ്ലാനിൽ പോലീസുകാർ ആ രീതിയിൽ അന്വേഷണം നടത്തുമ്പോൾ തനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിന്നീടാണെങ്കിലും രക്ഷപ്പെടാമെന്ന് അയാൾ കാണിച്ച ഒരു അതിബുദ്ധി ആയിരിക്കാം ഇപ്പോൾ അയാളെ പിടികൂടുവാനുള്ള ഏറ്റവും വലിയൊരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. പി വി കുട്ടൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പി വി കുട്ടൻ, ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുപോയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സിന്ധൂരി, നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കാനല്ല, അതായത് കോടതിയിലേക്കല്ല ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിൽ നിന്നും ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ചില നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുള്ള സുപ്രധാനമായ നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷമായിരിക്കും, ആ ഒരു നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഗോവിന്ദചാമിയെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രൊസീജിയർ പൂർത്തിയാക്കും. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ അല്പസമയം മുമ്പാണ് അവസാനിച്ചിരിക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ, ഈ ജയിൽ ചാടുന്നതും അതോടൊപ്പം തന്നെ അതിനുള്ള ആസൂത്രണം, അതിനുശേഷം അതായത് ജയിൽ ചാടിയതിനു ശേഷം എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിവരങ്ങൾ വ്യക്തമാണ്. കുട്ടൻ, നമുക്ക് വരും സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ടൗൺ സ്റ്റേഷനിലേക്ക് തുടർന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ടൗൺ സ്റ്റേഷനിലേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.